ലൈവിൽ കുറച്ച് മുമ്പേ അതിൽ ലെമൺ ജ്യൂസ് ഉണ്ടാക്കിയായിരുന്നു. അപ്പം എല്ലാവർക്കും ഓരോ കപ്പ് കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ അക്ബറും നെവിനും അവിടെ സോഫയിൽ ഇരിപ്പുണ്ട്. കുറച്ച് ദൂരെ മാറി എല്ലാവരും ഉണ്ട് ലിവിങ് റൂമിൽ. വീണ്ടും കിച്ചണിലേക്ക് ജ്യൂസ് എടുക്കാനായിട്ട് വന്നിട്ട് അതിൽ നെവിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നെവിനെ നിനക്ക് ജ്യൂസ് വേണോ? ഇങ്ങോട്ട് വായോ. അക്ബറോ, അക്ബറിന് വേണോ? അപ്പോൾ അക്ബർ കൈ കാണിക്കുന്നു, എനിക്ക് വേണ്ട. അക്ബറിന് വേണ്ട. അക്ബർ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയിൽ ഇരിക്കുകയാണ്. നിവിൻ അപ്പോഴാണെങ്കിൽ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് നിവിന് വേണം. വീണ്ടും അവിടെ നിന്നുകൊണ്ട് അതിൽ ചോദിക്കുന്നത്, എടാ നിനക്ക് ജ്യൂസ് വേണോ, തരട്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേന് നിവിൻ പെട്ടെന്ന് നടന്നിട്ട് നമ്മുടെ കിച്ചണിലേക്ക് ചെന്ന് ഒരു കപ്പ് ജ്യൂസ് എടുത്തങ്ങ് കുടിച്ച്. അത് കഴിഞ്ഞിട്ട് തിരിഞ്ഞൊരു നോട്ടമുണ്ട്. അങ്ങോട്ട് കിച്ചണിലേക്ക് പോകുമ്പം തന്നെ തിരിഞ്ഞ് നോക്കിയിട്ട് നമ്മുടെ അക്ബറിനെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. കാരണം അവർ കൊടുക്കുന്ന സാധനം മേടിച്ച് നെവിൻ കുടിക്കുന്നു എന്നുള്ളതാണ് അക്ബർ ഇരുന്ന് നോക്കുന്നതിൻ്റെ ഒരു കാര്യം. പക്ഷേ നെവിൻ ഇത് കഴിക്കുന്ന ആഹാരമല്ലേ, അപ്പം നെവിൻ വേറെ ഒന്നും വിചാരിച്ചില്ല. നാണക്കേടൊന്നും തോന്നാതെ നേരെ പോയത് മേടിച്ച് കുടിച്ചിട്ട് ചിരിച്ചുകൊണ്ട് അങ്ങ് കിച്ചണിലേക്ക് പോവുകയാണ് കപ്പ് കഴുകാനായിട്ട്. ഇവിടെ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇവരെല്ലാ കാര്യത്തിനും ഇവരെ രണ്ടുപേരെയും വിളിക്കുന്നുണ്ട്. പക്ഷേ രണ്ടുപേർക്കും അങ്ങോട്ട് അവരുടെ അടുത്തോട്ട് പോയിട്ട് സഹകരിക്കാൻ പഴയതുപോലെ, അല്ലെങ്കിൽ പിണക്കം ഉണ്ടായിരുന്ന സമയത്തും എല്ലാ കാര്യത്തിലും മുന്നിട്ട് നിന്നേയില്ലേ, ഒന്നിനും അങ്ങോട്ട് ഇത്ര താല്പര്യമില്ലാത്ത കണക്ക് ഇങ്ങനെ മാറിയിരിക്കുകയാണ്. ലൈൻസ് ഇടാനായിട്ട് എല്ലാവരും ബെഡ്റൂമിലിരിക്കണമെന്ന് ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ബെഡ്റൂമിൽ വന്നു. ബാക്കി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സാവ്മാൻ, അനീഷ്, ഷാനവാസ്, ആദില, നൂറ, അനിമോൾ ഇവരെല്ലാം തമാശകളൊക്കെ പറയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ തമാശയിലോ അവർ ചോദിക്കുന്ന കാര്യങ്ങളിലോ അല്ലെങ്കിൽ അവരെന്താ പറയുന്നത് കേൾക്കാനോ ഒന്നും നെവിനും അക്ബറും തയ്യാറല്ല. രണ്ടുപേരും രണ്ട് ഭാഗത്തായിട്ട് കിടക്കുകയാണ്. അക്ബർ കൊച്ചു പിള്ളേരുടെ കണക്ക് ഇങ്ങനെ ഭിത്തിയിൽ ആ ബെഡിൻ്റെ അവിടെ ഇങ്ങനെ ചുരണ്ടിയൊക്കെ നോക്കുകയും ഇങ്ങോട്ട് നോക്കുന്നേയില്ല. ഒരു ഓപ്പോസിറ്റ് സൈഡിൽ ബാക്കിയുള്ളവരെല്ലാം ഉണ്ട്, അവരുടെ സൈഡിലേക്ക് പോലും അക്ബർ നോക്കുന്നില്ല. ചെറിയ പിള്ളേരൊക്കെ പിണങ്ങി കിടക്കത്തില്ലേ, അതുപോലെ കിടക്കുകയാണ് അക്ബർ. നമുക്ക് കണ്ടാൽ തന്നെ ചിരി വരും. ഒരു കാര്യമില്ല, വെറുതെ പിണക്കം. എന്നിട്ട് അതേപോലെ തന്നെ നെവിന് ഇവരെല്ലാം പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് ഉറങ്ങുമല്ല, പക്ഷെ നെവിൻ്റെ ബെഡിൽ ഇങ്ങനെ കിടക്കുകയാണ്. ബാക്കി എല്ലാവരും വളരെ സന്തോഷമായിട്ട് സംസാരിക്കുകയും തമാശകൾ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർ രണ്ടുപേരും മാത്രം ഒറ്റപ്പെടൽ സ്ട്രാറ്റജി